ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പൈനാപ്പിൾ തോട്ടത്തിലാണ്. നമ്മൾ പൈനാപ്പിൾ തോട്ടം ഒക്കെ കാണുമ്പോൾ അതിൽ നമ്മൾ പഴുത്ത പൈനാപ്പിൾ കാണുമ്പോൾ നമ്മളെല്ലാവരും പറിച്ച് നമ്മൾ ഒന്നോ രണ്ടെണ്ണമൊക്കെ നമ്മൾ പറിച്ച് അത് ചെത്തി കഴിക്കും. അത് സ്വാഭാവികമാണ്. ഇത് പൈനാപ്പിൾ തോട്ടം കാണാത്തവരും ഒരുപാടുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ കടയിൽ നിന്നൊക്കെ പൈനാപ്പിൾ വാങ്ങി കഴിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഭീമമായ ചിലവ് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അത്രമാത്രം ഭീമമായ ചിലവ് നടത്തിയിട്ടാണ് ഈ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ എൻ്റെ കൂട്ടത്തിലുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? ജോർജ് അല്ലേ? ജോർജ് എൻ്റെ വീട് എവിടെയാണ്? വാഴക്കുളം. ഇപ്പോൾ ചേട്ടൻ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതിന്റെ തൈ ഇതാ അതിൻ്റെ തയ്യാ അല്ലേ ഈ കാണുന്ന അല്ലേ? ഈ തൈ അപ്പോൾ ഒരെണ്ണത്തിന് എന്ത് വില വരും നമ്മൾ മേടിക്കുവാണെങ്കിൽ? വണ്ടിപ്പുറത്ത് ഒരെണ്ണത്തിന് 14 രൂപ ആണല്ലേ? ഫസ്റ്റ് വർഷം ആണല്ലേ? അത്ര റേറ്റ് ഉണ്ട് ഒരു തൈൻ്റെ വില. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഒരു 5 ഏക്കർ സ്ഥലത്തൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ ഒരുപാട് ഭീമമായ സംഖ്യ വരികയല്ലേ? 5 ഏക്കർ ആകുമ്പോൾ 5 8 40 ഒരു ഏക്കറിൽ 8500 കനിയിടാം. 8500. അപ്പോൾ നമുക്ക് 5 ഏക്കർ കൃഷി ചെയ്യണമെങ്കിൽ നല്ലൊരു സംഖ്യ വരും. അപ്പോൾ നമ്മൾ ശരിക്കും ആദ്യമായി നല്ലൊരു ഭീമമായ സംഖ്യ മുടക്കിയിട്ടാണ് പിന്നെയാണ് നമുക്ക് ഇതിൻ്റെ വരുമാനം കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ലാഭകരം പിന്നെ എങ്ങനെ വരും? പിന്നെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു 40 രൂപ വില കൂട്ടിക്കോ, 30 രൂപ കൂട്ടിക്കോ. അപ്പോൾ നമ്മളിതൊരു 1.5 കിലോ ആവാതെ അവിടെ പ്രായത്തിലുള്ള കാനിക്ക് മരുന്നൊഴിക്കാവുള്ളൂ, തൈക്ക് മരുന്നൊഴിക്കും. അപ്പോൾ നമ്മൾ 1.5 ആകുമ്പോൾ ഒരു 30 രൂപ കൂട്ടിക്കോ വില, ഏകദേശം ആവറേജ്. അപ്പോൾ 45 രൂപ വിലയായി. 45 രൂപ. ഇത്രയും ഒരു 2 തൈ നമുക്ക് പറിച്ചെടുക്കാം. ശരി, ഓക്കെ. അപ്പോൾ 2 തൈ പറിച്ചെടുക്കുമ്പോൾ 10 രൂപ വെച്ച് കിട്ടുമല്ലോ ഒരു തൈക്ക്. കിട്ടും. അപ്പോൾ 45 രൂപ 65. അപ്പോൾ പിന്നെ വേറെ കാര്യം, അപ്പോൾ നമ്മൾ ഇത് കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരേ രീതിയിൽ വളർന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിൽ എത്തിപ്പോൺ ഒഴിക്കുന്ന ഒരു സംവിധാനമില്ല. അതെന്തിനാ ശരിക്കും ചെയ്യുന്നത്? ഇത് കുലയ്ക്കാനായിട്ട് ആണല്ലേ? അപ്പോൾ ഒരേ രീതിയിൽ അത് കുലച്ച് കിട്ടും, ഒരേ രീതിയിൽ മൂത്ത് കിട്ടും. ഇതൊന്നും ആർക്കും അറിയില്ലാത്ത കാര്യം. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പൈനാപ്പിൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുക എന്നല്ല, ഇതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അത്ര ഭീമമായ സംഖ്യ മുടക്കിയിട്ടാണ് ഈ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നത്. യൂറിയ ഇതാണ് വളയിടുന്നത്. പിന്നെ വേറെ പിന്നെ ഇതിന് ഈ രാസകീടനാശിനികൾ ഇതിൽ ഉപയോഗിക്കുന്നില്ലല്ലോ? ഇല്ല. നമുക്ക് ധൈര്യമായിട്ട് തന്നെ ആൾക്കാരോട് പറയാനൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ നമ്മുടെ ഒരു ഏത്തപ്പഴം വാഴക്കൃഷി എന്ന് പറയുമ്പോൾ ഒരുപാട് രാസ കീടനാശിനി അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം അതുകൂടാതെ അവർ അതിൽ ഈ മരുന്ന് കുത്തിവെക്കുന്ന സമ്പ്രദായം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഇതിലില്ല. അപ്പോൾ ഇതിൽ രാസ കീടനാശിനി ഇല്ല. എത്തിപ്പോൾ അതിൽ യൂറിയ എന്തെങ്കിലും മിക്സ് ചെയ്യുന്നുണ്ടോ? ആണല്ലേ? അപ്പോൾ ചേട്ടാ, ഞാൻ ഒരു ഏക്കർ പൈനാപ്പിൾ കൃഷി ചെയ്യാൻ ആദ്യം എത്ര എമൗണ്ട് മുടക്കേണ്ടി വരും? 8500 കാനിക്ക് 30 രൂപ വെച്ച് ഏറ്റവും കുറഞ്ഞു കൂട്ടിക്കോ. അപ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ വരും അല്ലേ? നമുക്കിപ്പോൾ അങ്ങനെ പെട്ടെന്ന് കണക്ക് കൂട്ടാൻ നമുക്ക് കഴിയാമല്ലോ, ആണല്ലേ? ചേട്ടൻ്റെ വീട് എവിടെയാണ് ചേട്ടാ? വാഴക്കുളത്ത് എവിടെയാണ്? വാഴക്കുളത്ത് കറക്റ്റ് ഒരു കിലോ ആണല്ലേ? വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ചേട്ടന്മാരുണ്ട്, അമ്മയും അപ്പനും മരിച്ചുപോയി. കല്യാണം ഇല്ല കഴിച്ചിട്ടില്ല. അപ്പോൾ സ്വസ്ഥമാണ്, ആരെയും പേടിക്കണ്ട. ഏതായാലും അടിപൊളി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഏതായാലും പൈനാപ്പിൾ കൃഷി ഇപ്പോൾ നമ്മളൊരു ഇഞ്ചി കൃഷിയോ വാഴ കൃഷി നടത്തുന്ന പോലെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുപോലെ പൈസ വേണം കയ്യിൽ. ആണ്, ആയിക്കോട്ടെ. ഓക്കെ എന്നാൽ ചേട്ടാ.